പിടിച്ചാൽ കിട്ടത്തില്ല. അതുവരെ അവൻ ചെല്ലത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പൻ. അല്ല, ഇതുവരെ ബ്രോക്കർ പറഞ്ഞ പെണ്ണിനെ കണ്ടില്ല. അയ്യോ, ഞാൻ അവനെ പറഞ്ഞു. മോളെ അരണേ, അരണേ. ഇവിടെ കല്യാണം കഴിഞ്ഞാൽ നിനക്കൊരു ഉപകാരം, നിങ്ങൾക്കല്ല നിനക്കൊരു ഉപകാരം. എവിടെ ഗർഭിണിയായ മിനിമം ഒരു 2.5 വർഷം ഇവിടെ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് നിനക്കൊരു ലാഭമുണ്ട്. പെട്ടെന്ന് പ്രസവക്കാശിന് വേണ്ടി നീ ഓടേണ്ടി വരും. അഥവാ 2.5 വർഷത്തിന് മുമ്പ് പ്രസവിച്ചാൽ അത് ഇവിടെ ആയിരിക്കത്തില്ല, അത് സീമയായിരിക്കും. ഗ്രൂപ്പുകളിലെ ഗ്രൂപ്പ് ഇരട്ട. അയ്യോ ബ്രോക്കറെ, എനിക്ക് ഈ പെണ്ണിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കാരണവരെ, ചെറുക്കനും പെണ്ണിനും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാൻ വെറുതെ. ഇതാണ് JP. വെറും JP അല്ല, സീമ ടെക്സ്റ്റൈൽസ്. സീമ ടെക്സ്റ്റൈൽസ് എന്താ? സീമ തുണിക്കടയുടെ ഒരേ മുതലാളി JP. അതിങ്ങനെ കയ്യിൽ എപ്പോഴും വോട്ടയുടെ കുപ്പിങ്ങാണ് ഒരു ഗ്ലാസ് ഉണ്ടാകും. ഒഴിക്കുക കുടിക്കുക, കുടിക്കുക ഒഴിക്കുക, ഒഴിക്കുക കുടിക്കുക. ദൈവമേ, ഇതെല്ലാം കൂടി എവിടെ പോകണോ എന്തോ ഒരു തുള്ളി നമ്മളതിന് നാം തരത്തില്ല. അല്ല, ഇതെന്തിനാ വോട്ട മാത്രം കഴിക്കുന്നത്? അതാകുമ്പോ കുട്ടി പച്ചവെള്ളം കുടിച്ചത് അറിയത്തില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ തേയിലവെള്ളം കുടിച്ച് എന്നെ വയറ് തീറ്റയാകത്തില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ കയ്യിൽ ഈ വോട്ടയും ഗ്ലാസും ഉള്ളിടത്തോളം കാലം ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. മോന് JP വേണ്ട. ഇതാരാ ഏരിയ ബ്ലൗസും കാവി ദോശകണ്ടൊക്കെ തൂക്കിയിട്ട് വന്നിരിക്കുന്ന സ്ത്രീ? ഇവളാണ് അതിന്റെ ആദ്യം. ഇതിനെ എടുത്തു കൊടുത്തിയാണ്. ഇവൾ ഒറ്റ വ്യക്തിയാണ് മര്യാദ. അയ്യോ, ഇത് കീറിയ ബ്ലൗസ് അല്ല, ഫാഷനാണ് പറയുന്നത്. ആ ഫാഷൻ കണ്ടിട്ട് ചായക്കടയിൽ അലമാരകളുണ്ട്. അതെന്താ? പുറത്തുനിന്ന് നോക്കിയാൽ എല്ലാം കാണാം. മോന് JP, ഇവിടെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോട്ടെ, നിനക്ക് അത്രയെങ്കിലും സ്വൈര്യം കിട്ടും. ഇല്ല, ഇവിടെ ഞാൻ എങ്ങോട്ട് പറഞ്ഞുവിടാൻ സമ്മതിക്കില്ല. ഇതിപ്പോ ആ പ്രശ്നമാവുമല്ലോ. പേടിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് പരിഹരിക്കാനും ഒരാളാണ്. അമ്മേ എന്ന് ഉറക്കെ വിളിച്ചാൽ മതി, ആള് സ്ലോ മോഷനിക്കും. അതാരാ? അമ്മേ കാത്തുപോണേ എന്ന് മനസ്സിലാക്കി വിളിച്ചു നോക്കിയേ. അമ്മേ കാത്തോണേ. മഹാപുരുഷത്വത്തിൽ നിരായുധരായി നിൽക്കുന്നവരുടെ നിഴലായി നിലാവായി ഒരമ്മ. നൊന്ത് വിളിച്ചാൽ അരികിലെത്തുന്ന അമ്മ, ഒന്ന് കരഞ്ഞാൽ മെഴുനീര് തുടക്കുന്ന അമ്മ, കണ്ണിന് കർപ്പൂരമായി സാക്ഷാൽ ദേവി മഹാമായ. ഇതാണ് നിലവിൽ ശ്രീദേവി. ശ്രീദേവി ദേവിയായിട്ട് അഭിനയിച്ച് ഇപ്പൊ നടക്കും പോക്കും മരവും എല്ലാം ഈ രീതിയില്ല. ഇനി ആ കുങ്കുമം മാറ്റിയത് നിന്നോട് ഞാൻ കാര്യം പറയട്ടെടി. പിതാശ്രീ, അങ്ങ് ഒഴിഞ്ഞാലും ഒഴിയാനും ഇഹത്തിലും പരത്തിലും സ്നേഹം, ദയ, കാരുണ്യം എന്നിവയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേളയിൽ നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നാം ആ പ്രശ്നത്തിന് ഉടൻ പരിഹാരം നൽകുന്നതാണ്. ഇവര് ഇവിടെ കിട്ടുന്നതാണ്. ഇവൻ അതിന് സമ്മതിക്കുന്നു. നീ ഒരു പരിഹാരം സാധ്യമല്ല. ഈ പ്രശ്നം ഞാനെന്നല്ല, ഭൂമിയിലെ സർവ്വചരാചരങ്ങൾ വിചാരിച്ചാലും സാധിക്കില്ല. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരാൾക്കേ കഴിയും. ഈ സീരിയലിലെ സർവ്വചരാചരങ്ങൾക്കും കാരണഭൂതനായ പരമ്പരയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ അതിന് കഴിയും. സോറി പപ്പ, ഐ ആം ഹെൽപ്ലെസ്. ഇനിയിപ്പോ എന്തോ ചെയ്യും. ഒരു കാര്യം ചെയ്യും. ആ ദേവിയമ്മ പറഞ്ഞതുപോലെ ആ സ്ക്രിപ്റ്റ് റൈറ്ററിനെ തന്നെ ഇങ്ങ് വിളി. ചെയ്ത കർമ്മങ്ങളോരോന്നും ഈ മണ്ണിക്കുളയിൽ ൊക്കെയും പൊത്തുകൾ നിർമ്മിച്ചു പ്രൗര്യങ്ങളടവച്ചു വീഴും. നിന്റെ കണ്ണാടിയിൽ നിന്റെ രൂപം ശിരസറ്റു കാണും. നിന്റെ രൂപം ശിരസറ്റു കാണും. മോക്കൂട്ടിയെ പോലെ ഇരിക്കുന്നത് കണ്ടപ്പോ മനസ്സിലായില്ല കേട്ടോ. അന്നാ ഇവിടുത്തെ അവസ്ഥകളൊക്കെ കണ്ടല്ലോ. യവനെ എങ്ങനെയെങ്കിലും എനിക്ക് കെട്ടിച്ചേ പറ്റൂ. നിങ്ങൾ സഹായിച്ചാലേ അത് നടക്കൂ. പ്ലീസ് എന്നെ സഹായിക്കില്ലേ?
സഹായിക്കാം, പക്ഷെ എന്നെയും നിങ്ങൾ അതുകൊണ്ടൊന്ന് സഹായിക്കണം. ഞാൻ എന്ത് സഹായമാണ് ചെയ്യേണ്ടത്? ഈ കാലിലെ ചങ്ങല അഴിച്ചു തരണം. ഭ്രാന്തനല്ലതയോ ഈ കണ്ട സീരിയൽ മുഴുവൻ എഴുതാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് യവന്മാര് ചങ്ങലക്ക് എന്നെ പൂട്ടിയിട്ടിരിക്കുക. എന്റെ രാജ്യത്ത് ഈ ചങ്ങല അഴിയുന്നു